ഹൗ ഡു ഐ ഷൂട്ട് മൈ റിയൽ വീഡിയോ? അതായത് എൻ്റെ ഇൻസ്റ്റയിലെ റിയൽ വീഡിയോസൊക്കെ ഞാൻ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് തന്നെ ഈ റൂം ഫുള്ള് ക്ലീൻ ചെയ്യണം. ഒരു റീൽ ഷൂട്ട് ചെയ്യണതിന് മുമ്പ് അതിൻ്റെ പ്രിപ്പറേഷനായിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് സ്ക്രിപ്റ്റിംഗ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഐഡിയാസ് ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീൽ വരാൻ പോണത് ഗൂഗിൾ ഷീറ്റ് നമ്മുടെ ആപ്പിൻ്റെ ബാക്ക് എൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നാണ്. അപ്പോൾ അതിനു വേണ്ടി തന്നെ നമ്മൾ ഗൂഗിൾ ഷീറ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യാം. അതിന് എന്തോരം ലിമിറ്റേഷൻസ് ഉണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെ അത് പോസിബിൾ ആക്കാം, അത് ഈവൻ പോസിബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ ഫുൾ അറിയണം. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് അത് സ്ലോ ആണ്, എന്തോരം ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ സെക്യൂരിറ്റിയാണ്. ഗൂഗിൾ ഷീറ്റ് ആയിരിക്കുവാണെങ്കിലും ഓപ്പൺ ആക്കി നോക്കാൻ പറ്റും, അതുകൊണ്ട് തന്നെ അതൊരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് അല്ല. പിന്നെ ഇതുകൂടാതെ വേറെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം സ്ക്രിപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ ഇന്റേണൽ ടൂൾസ് അല്ലെങ്കിൽ നമ്മൾ മാത്രം ഉപയോഗിക്കുന്ന ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഡാറ്റാബേസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 100% ഫ്രീ ആണ്. വല്ല ഹാക്കത്തോൺസ് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വല്ല പ്രൊജക്ട്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഷീറ്റ് ബാക്ക് എൻഡ് ആയിട്ട് യൂസ് ചെയ്യണമായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ നമുക്ക് HTTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ബാക്ക് എൻഡ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ആപ്പ് ആയിക്കോട്ടെ വെബ്സൈറ്റ് ആയിക്കോട്ടെ ഇത് രണ്ടിലും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഒരു ആപ്ലിക്കേഷൻ വേണ്ടത്. അത് ഞാൻ ഉണ്ടാക്കാൻ പോണത്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യണ ഒരു ഗൂഗിൾ ഷീറ്റ് ഉണ്ട്. അതായത് എൻ്റെ വർക്കിന് വേണ്ടി കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യാനായിട്ട്. സോ അത് തന്നെ എടുത്ത് ആപ്പാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു ബെസ്റ്റ് പ്രൊജക്റ്റാണ് ഫോർ ടെസ്റ്റിംഗ് ഗൂഗിൾ ഷീറ്റ് ആസ് എ ബാക്ക് എൻഡ്. പിന്നെ അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ടാവും. UI ഡിസൈൻ ചെയ്യണം, ഇതിൻ്റെ ആർക്കിടെക്ചേഴ്സ്, നമുക്ക് ഓഫ്ലൈൻ ക്യാഷിങ്, അങ്ങനത്തെ കുറേ സെറ്റപ്പുകളുണ്ട്. അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് നോക്കണം. പിന്നെ രണ്ടാമത് വന്നതാണ് ഷൂട്ടിംഗ്. വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതിൻ്റെ ഓഡിയോ. സോ ഈ ഒരു ഹോളിലാൻഡിൻ്റെ മൈക്കാണ് ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ വേറെ വീഡിയോസ് നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടത് ലൈറ്റ്. ഇനി അടുത്തത് നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യും. സാധാരണ എൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കാറ്, അതായത് റീൽ വീഡിയോസ്. ഈ പ്രാവശ്യം ഞാൻ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് വല്ലതും നോക്കാം എന്ന് വിചാരിച്ചു. എപ്പോഴും ഓരോന്ന് ട്രൈ ചെയ്താലുള്ള എന്താ വർക്കാവണമെന്നൊക്കെ അറിയാൻ പറ്റും. സോ ഇതാണ് സ്ക്രിപ്റ്റ്. ഈ ഒരു സ്ലാഷ് ഇട്ടേക്കണ അവിടെ മുതൽ ഓരോരോ ഷോട്ടാണ്. അതായത് ഒരു കാര്യം തന്നെ പല പല ഷോട്ടിലായിട്ട് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അത് ഇത്രയും കൂടെ റിട്ടൻഷൻ ഉണ്ടാവില്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കണത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായാലും കമ്മിങ് വീഡിയോസിലൊക്കെ പറയാം. വേറെ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ആവശ്യം വരും. സോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ചെയർ നല്ലൊരു സംഭവം തോന്നി. അതായത് ഫ്രെയിം കാണാൻ ഇത്തിരി മെനയുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് നമ്മുടെ ഹുക്കായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ളതെല്ലാം വേറെ വേറെ ഷോട്ട്സ് ആയിട്ട് എടുത്ത് നോക്കാം. ലൈറ്റ് ഓഫ് ചെയ്യണ്ട, ലൈറ്റ് ഓൺ ആക്കുക. ഇനി ലൈറ്റ് എവിടെ വെക്കുന്നു, ഇതിൻ്റെ ഫ്രെയിമിങ്ങും കാര്യങ്ങളെല്ലാം നോക്കണം. സോ അപ്പോൾ ഈ ഒരു ലൈറ്റ് അവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ലൈറ്റ് അടിക്കും. ഓൾറെഡി അവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ട് അത് മോട്ടിവേറ്റ് ആയിട്ട് വന്ന ലൈറ്റാണെന്ന് വിചാരിക്കും. സോ ചൂസ് ചെയ്ത സ്ഥലം അതാണെങ്കിലും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. കാരണം പറയണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആദ്യം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, പിന്നെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച പോലെ അല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ബാക്കിയുള്ള എല്ലാ വീഡിയോസും ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ആദ്യമായിട്ടാണ് ഒരു വീഡിയോയും അതിൻ്റെ ബിഹൈൻഡ് ദ സീനും മറ്റേ ടൈം, അതായത് എക്സാക്ട് ടൈമിൽ തന്നെ എടുക്കുന്നത്. സാധാരണ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇപ്പോൾ ആപ്പ് ബിൽഡിങ്ങിൻ്റെ പ്രോസസ്സ് ആയാൽ എല്ലാം ഓൾറെഡി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചാണ് വീഡിയോ ഉണ്ടാക്കാറ്. ആൻഡ് അത് എന്നെക്കാട്ടിയും നല്ലതും ഇത്രയും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതും എനിക്ക് തോന്നുന്നത് ഓൾറെഡി സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കണത്. റീലിൻ്റെ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പം ഇനി വേറെ ഉള്ള ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജാണ്. ഇപ്പോൾ എൻ്റെ സ്റ്റോറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഫുള്ളാണ്. ഇവിടെ ഈ ഒരു പാർട്ടീഷനിലാണ് ഞാൻ എൻ്റെ പ്രോഗ്രാമിങ്ങും പിന്നെ വീഡിയോ എഡിറ്റിങ്ങും എല്ലാം ഉള്ളത്. അപ്പോൾ ഇനി വേറെ കുറേ വീഡിയോസ് ഇതിന് മുമ്പ് എടുത്തതൊക്കെ ഡിലീറ്റ് ചെയ്ത് സ്പേസ് ഉണ്ടാക്കേണ്ടി വരും. ഇതിൻ്റെ സൊല്യൂഷനായിട്ടൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് മേടിക്കണം. സോ അപ്പോൾ അത്
ഏതാ നല്ലതെന്ന് റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ ഇത് രണ്ടും സോർട്ട് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ വേണ്ട വീഡിയോസ് ഇവിടെയും ഇൻസ്റ്റയിൽ വേണ്ട വീഡിയോസ് ഇവിടെയും. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോണത് പ്രീമിയർ പ്രോയിലാണ്. സോ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫയൽ ഫോൾഡർ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒക്കെ അറിയാൻ പറ്റും ഇതിൽ കളറൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാംസങ് ലോഗിലാണ് വീഡിയോസ് എടുക്കാറ്. അപ്പോൾ അതിൻ്റെ ഉള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൂടെ ഡൈനാമിക് റേഞ്ച് കിട്ടും, പിന്നെ ഇത്രയും കൂടെ കളർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിന് കളർ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് സാംസങ്ങിൻ്റെ തന്നെ ലോഗ് ടു Rec709 കൺവേർഷൻ ലട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഈ വാഷ്ഡ് ഔട്ട് ആയിട്ട്, അതായത് കളറൊന്നും ഇല്ലാത്ത ഈ വീഡിയോ നമുക്ക് കളർ കൊണ്ടുവരാൻ പറ്റും. ഇതുപോലെയാണ് പ്രീമിയറിൽ നമ്മൾ ലട്ട് ആഡ് ചെയ്യണത്. അതായത് ഈ പോവാ ഇതീ പോവാ എന്നിട്ട് എവിടെയാണോ ലട്ട് ഉള്ളത് അത് ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആക്ച്വലി എനിക്ക് 3 ലട്ട് ഉണ്ട്. അതായത് ഇത് ഒറിജിനൽ, ഇത് ഞാൻ ഈ ഒറിജിനൽ 3 അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ നടത്തിയ ട്യൂൺ ചെയ്തത്. പിന്നെ വേറെ മൈ ലട്ട്, ഇതാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും യൂസ് ചെയ്യണ സ്റ്റൈലിന് വേണ്ടിയുള്ള ലട്ട്. അതെന്താണ് സംഭവം എന്ന് കാണിച്ചത്. ഇതിപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കളർ വന്നു, റൈറ്റ് ഉണ്ടോ? ഇപ്പോൾ ഇതേപോലെ കളറായി. ഇനി ഇതിൻ്റെ ഇത് കൂടാതെ തന്നെ വേറെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലുമെട്രി കളർ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് വേറെ കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇത്തിരി വളഞ്ഞ വഴിയാണ്, പെട്ടെന്ന് തന്നെ സംഭവം തീർക്കാം. ബട്ട് എനിവേ, അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ക്രിയേറ്റ് ചെയ്ത ലട്ടാണ്. എൻ്റെ എല്ലാ വീഡിയോസിനും ആ ലട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ വലിയ ചേഞ്ചസ് ഒന്നുമില്ല, മൈനർ ചേഞ്ചസാണ് ഉള്ളത്. അതിൽ അറിയാൻ പറ്റണ്ടെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ബട്ട് സോ അപ്പോൾ വീഡിയോ എടുത്ത് പോസ്റ്റും ചെയ്ത്, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. കാരണം ഇതിനു മുമ്പുണ്ടായ വീഡിയോസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്യാപ്ഷൻ ഇട്ടായിരുന്നു. അതായത് ഇംഗ്ലീഷിൽ, ഞാൻ മലയാളത്തിലാണ് പറയണത്, അപ്പോൾ ഇംഗ്ലീഷിലെ ക്യാപ്ഷൻ ഇട്ട് ട്രൈ ചെയ്ത് നോക്കി. അതിന് മുമ്പ് മലയാളത്തിൽ തന്നെ, അതായത് മംഗ്ലീഷിൽ ക്യാപ്ഷൻ ഇട്ട് ട്രൈ ചെയ്ത് നോക്കി. അതിനു മുമ്പ് വേറെ കുറേ കട്ട്സ് കാര്യങ്ങളൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ള സംഭവം ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇപ്പോൾ ട്രൈ ചെയ്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ളത്, അതായത് ജസ്റ്റ് പറയണ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ ആ ഗൂഗിൾ ഷീറ്റിൻ്റെ സംഭവം കാണിക്കും, മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒന്ന് വർക്കാം, ഏത് ഫോർമാറ്റാണ് വർക്കാവണമെന്ന് നോക്കാം. എന്നിട്ട് അതുപോലത്തെ കുറച്ച് വീഡിയോസ് നോക്കാം. പിന്നെ അതിൻ്റെ ടൈം കഴിയുമ്പോൾ വേറെ കുറേ ട്രൈ ചെയ്ത് നോക്കാം. റീൽ ഉണ്ടാക്കാനായിട്ട് ഈ 3 സ്റ്റെപ്സാണ് ഞാൻ ഫോളോ ചെയ്യൽ. ഒന്ന് സ്ക്രിപ്റ്റ് റെഡിയാക്കുക, അത് കഴിഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്യുക, പിന്നെ എഡിറ്റ് ചെയ്യുക. സ്ക്രിപ്റ്റിംഗ് തന്നെ ഓരോ ടൈമും ഓരോ റീലിലും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഹുക്ക്, ചിലതിൽ ഹുക്ക് വർക്കാവില്ല. ഇപ്പോൾ ഓരോ റീലിൻ്റെയും റിട്ടൻഷൻ ഗ്രാഫ് എടുത്ത് നോക്കി അറിയാൻ പറ്റും ആൾക്കാർ എന്തോരം കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കി കണ്ടൊക്കെ ഇമ്പ്രൂവ് ആയി വരുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഇനി ഇതുപോലത്തെ ഇത് കൂടാതെ വേറെ കുറേ വീഡിയോസൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ഐ ബിലീവ് യു വിൽ ഫൈൻഡ് സംതിങ് വാല്യുബിൾ ത്രൂ മൈ വീഡിയോസ്.